ഹലോ. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ അവരെ ക്വസ്റ്റ്യൻസ് കൊണ്ട് ബോംബാർഡ് ചെയ്യാൻ. ഇന്നെന്തൊക്കെ ചെയ്ത് സ്കൂളിൽ ആരുടെ കൂടെ കളിച്ച്, ഭക്ഷണം മുഴുവൻ കഴിച്ചോ, എന്തൊക്കെ പഠിച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. പക്ഷെ ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടാറുണ്ട്? മിക്കപ്പോഴും ഒരു ചോദ്യത്തിനും കിട്ടാറില്ല. അതെന്തുകൊണ്ടാ? നമ്മൾ ആക്ച്വലി അവരോടുള്ള സ്നേഹവും വാത്സല്യവും കെയറും ഒക്കെ കാരണമല്ലേ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്താ നമുക്ക് അതിന് ഉത്തരം നൽകാത്തത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻസ് ജോലി വിട്ട് വരുന്ന ഒരു ഭാര്യയോടോ ഭർത്താവിനോടോ വേറൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ അധികം എങ്ങനെ റിയാക്ട് ചെയ്യാറ്? മിക്കപ്പോഴും ഇവരും ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓഫീസിൽ പോയി വരുന്ന ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന ഒരു കുട്ടി, അവർക്ക് തിരിച്ചെത്തി അൺവൈൻഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണം, കുറച്ച് സ്പേസ്, ചിലപ്പോൾ കുറച്ച് ക്വയറ്റ് ടൈം, കുറച്ച് സമാധാനം വേണമായിരിക്കും. കാരണം ഈ കുട്ടികൾ രാവിലെ മുതൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ സ്കൂളിലിരിക്കുമ്പോൾ സ്കൂൾ ചിട്ടയിലായിരിക്കും എല്ലാം പോകുന്നത്. ടീച്ചേഴ്സ് പറയുന്ന പോലെ ഇരിക്കണം, ചെയ്യണം, കഴിക്കണം. അവർ പറയുമ്പോഴേ കഴിക്കാൻ പാടൂ, അവർ പറയുമ്പോഴേ കളിക്കാൻ പാടൂ. അങ്ങനെ ഫുൾ റെസ്ട്രിക്ഷൻസോടുകൂടെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ ഭയങ്കര ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുണ്ടാവും. ചില ദിവസങ്ങളിൽ അവരുടെ ബാഡ് ആയിട്ടായിരിക്കും പോയിരിക്കുന്നത്. ചിലപ്പോൾ ക്രാങ്കി, ചിലപ്പോൾ അവർക്ക് ഉറക്കം വരുന്നുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ ബാക്കി എല്ലാ കുട്ടികളെയും പോലെ അവരും അവിടെ ഇരുന്നേ പറ്റൂ ആ ഒരു ടൈം വരെ. അപ്പൊ അവര് തിരിച്ച് വീട്ടിലെത്തുമ്പം അവർക്ക് കുറച്ച് ടൈം വേണം ഒന്ന് അൺവൈൻഡ് ചെയ്യാൻ. നമ്മൾ ഫുൾ നമ്മുടെ ആകാംക്ഷയോടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവരുടെ നേരെ എറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു മൂഡും ഉണ്ടാവില്ല അത് നമ്മളോട് പറയാൻ. ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്ന മൂഡ് പോലും നമ്മൾ നശിപ്പിക്കുകയായിരിക്കും. ഇൻസ്റ്റേഡ് ശരിക്കും നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പിടിച്ചു കൊടുക്കാം. അവർ തിരിച്ചു വരുമ്പം ഒരു വാം വെൽക്കം കൊടുക്കുക. അവർക്ക് സ്മൈൽ, ഹഗ്, കിസ്, നിങ്ങളുടെ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. അവരോട് സ്കൂളിനെ പറ്റി അല്ലെങ്കിൽ അവിടെ സംഭവിച്ചതിനെ പറ്റി ഒന്നും തന്നെ ചോദിക്കാതിരിക്കുക. വളരെ നോർമലായിട്ട് അവരോട് സംസാരിക്കുക. ഇൻസ്റ്റേഡ് അവരോട് നമ്മളെ കുറിച്ച് പറയുന്നു. അവർക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കുക. നമ്മൾ വീട്ടിലിരുന്നപ്പോൾ അവർ ഒരുപാട് മിസ് ചെയ്തു, അവർ വരാൻ വേണ്ടി ആകാംക്ഷയോടുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്ക് ഓഫർ ചെയ്യുക. അപ്പോൾ ആ സ്നാക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ എനർജി ആയിരിക്കും, മെന്റലി ആൻഡ് ഫിസിക്കലി കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ചെയ്യാൻ റെഡി ആയിട്ട് വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ സ്നാക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതും ഒരു ബോണ്ടിങ് ടൈം ആയിട്ട് മാറും. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാൻ വേണമെങ്കിൽ കളറിങ്, പെയിന്റിങ് അല്ലെങ്കിൽ ക്ലേ, സ്ലൈം, അവർക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കാം. അവരുടെ കൂടെ കുറച്ചു നേരം നിങ്ങളും കൂടെ ഇരുന്ന് കളിക്കാൻ നോക്കുക. അവരൊന്ന് റിലാക്സ് ആയി അൺവൈൻഡ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർ തന്നെ ചിലപ്പോൾ നാച്ചുറലി നിങ്ങളോട് ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അവർ ഓരോന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ പ്രോംപ്റ്റ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഫയർ ചെയ്യാതിരിക്കുക. അവർ പറയുന്നത് നല്ലൊരു ലിസണറായിട്ട് കേൾക്കുക, എൻജോയ് ചെയ്യുക. നല്ല രസമുണ്ടായിരുന്നല്ലോ, യു മസ്റ്റ് ഹാവ് ഹാഡ് ഫൺ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഇൻവോൾവ് ആവാൻ നോക്കുക. പതുക്കെ അവർക്ക് എന്തെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരും, സ്പെഷ്യലി ചെറിയ കുട്ടികൾ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പലപ്പോഴും എൻ്റെ മോൾ എന്നിട്ട് ഓരോന്ന് ഷെയർ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഉറക്കാൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറക്കാൻ പോകുമ്പോൾ. അപ്പോൾ പുള്ളിക്കാർക്ക് നല്ല മൂഡിലോ ഓരോന്ന് പറയാൻ, കാരണം അപ്പോഴത്തേക്ക് അവർ അൺമൈൻഡ് ആയി, ഫുഡ് കഴിച്ച് ചിലപ്പോൾ കുറച്ച് കളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയാറുണ്ട്, മമ്മ ചോദിക്കും, ഇനി ഓരോന്ന് ചോദിക്കും, ഞാൻ പറയാം. ടിഫിൻ ഫുള്ള് കഴിച്ചോ എന്നായിരിക്കും മിക്ക പേരൻസും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ്. ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ടിഫിൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ കഴിച്ചോ ഇല്ലയോ. ഇനി ഫുൾ ടിഫിൻ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പം അധികം ഒന്നും പറയാതെ അതൊന്ന് കുറച്ച് കാഷ്വൽ ആയിട്ട് വിടാൻ നോക്കുക. പിന്നീട് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരോട് ലഞ്ച് ടൈമിനെ കുറിച്ചും റാൻഡംലി നിങ്ങൾക്ക് ചോദിക്കാം. എന്നാൽ ആരുടെ കൂടെ ഇരുന്നാൽ ലഞ്ച് കഴിച്ചേ, അവരെന്താ കൊണ്ടുവന്നിരുന്നേ, ഇൻ കേസ് അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. എന്താ അധികം കഴിക്കാതെ ടൈം കിട്ടിയില്ലേ, കളിക്കാൻ പോയോ, അങ്ങനെ ഓരോന്ന് ചോദിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇനി കഴിക്കാത്ത ഫുഡ് കഴിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അടുത്ത പ്രാവശ്യം കഴിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ യുണീക്ക് ക്രിയേറ്റീവ് വേസിൽ കുട്ടിയെ വെൽക്കം ചെയ്യാം. ഞാൻ റൂഹിയുടെ വെൽക്കം ഒരു യൂഷ്വൽ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പോലെ ആക്കി മാറ്റിയിരിക്കും. ചില സമയത്ത് റൂഹിയുടെ ടെൻഡിൽ അല്ലെങ്കിൽ ടേബിളിന്റെ ബാക്കിൽ, ചെയറിന്റെ ബാക്കിലൊക്കെ ഒളിച്ചിരിക്കും. റൂഹി കയറി വരുമ്പോൾ റൂഹിയെ പേടിപ്പിക്കും. അത് റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോസ്റ്റ് ഓഫൺ റൂഹിക്ക് അറിയാം ഞാൻ എവിടെ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ റൂഹിക്ക് കറക്റ്റായിട്ട് അറിയാം എന്നെ എവിടെ ഫൈൻഡ് ചെയ്യണമെന്ന്. ചില സമയത്തൊക്കെ നല്ല സ്മാർട്ടായിട്ട് പുള്ളിക്കാരത്തി ഇഗ്നോർ ചെയ്യും ഞാൻ അവിടെ ഉള്ളത് അറിയാതെ. കാരണം റൂഹിക്ക് ഞാൻ പേടിപ്പിക്കുന്നത് ഇഷ്ടം. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി എന്നെ ഇഗ്നോർ ചെയ്ത് വെയിറ്റ് ചെയ്യും ഞാൻ ചെയ്യുന്നത് വരെ. ഇത് ഞങ്ങളുടെ ഒരു ഫൺ ഗെയിമായി മാറിയിരിക്കുക. അത് റൂഹിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് റൂഹി ഭയങ്കര പൊട്ടിച്ചിരിയായിരിക്കും. അപ്പൊ ഞങ്ങൾ ആ ഒരു ഫൺ പോസിറ്റീവ് നോട്ടിലാണ് ഞങ്ങളുടെ ബാക്കിയുള്ള ദിവസം തുടങ്ങുന്നത്. അപ്പൊ തന്നെ അവർക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പോസിബിൾ മൂഡ് ഓഫ് അല്ലെങ്കിൽ ടയർഡ്നെസ്, ലെഥാർജി, അതെല്ലാം മാറും. കാരണം അവർ ഒറ്റയടിക്ക് ഫൺ മൊമെന്റിലേക്ക് മാറുകയുള്ളൂ. കുട്ടികൾക്ക് ഇത്രയും മതി അവരുടെ മൂഡ് ഒന്ന് മാറ്റി റിലാക്സ് ആയിട്ട് എടുക്കാൻ. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് നോട്ട് തന്നെ ഒരു കണക്ഷനിലൂടെ. പിന്നെ
നമ്മൾ സാധാരണ കൂടെ ഇരുന്ന് കുറച്ച് സ്നാക്ക് ടൈം ഷെയർ ചെയ്യുക, എന്നിട്ട് അതിലൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അങ്ങനെ ചെയ്യാറ്. ടിഫിനെ കുറിച്ച് ഞാൻ ചോദിക്കാറേ ഇല്ല. പല ദിവസങ്ങളിലായി റുഹിയെ വെൽക്കം ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇതിന്റെയൊക്കെ ക്ലിപ്സ് എടുത്ത് വെക്കാറുണ്ട്, ആ ഒരു മൊമെന്റിന്റെ മെമ്മറിക്ക് വേണ്ടി. അതിൽ കുറച്ച് ഞാൻ എനിക്കിപ്പോ കാണിച്ചു തരാം. Oh, you got something on your nose? Oh my god. What is that? Somebody's hiding. You got new book? Wow, you have so much homework to do now. അപ്പോൾ പേരൻസ്, സ്പെഷ്യലി മദേഴ്സ്, നമ്മുടെ ആകാംക്ഷയും സ്നേഹവും വാത്സല്യവും എല്ലാം കുറച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കുക. എന്നിട്ട് കുറച്ച് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്കും അവർക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും.